കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റി. കുറുമാലിക്കാവ് കുംഭഭരണിക്കിടെ പോലീസും പ്രദേശവാസികളും തമ്മിൽ സംഘർഷം. ലാത്തിവീശി പോലീസ് സംഘർഷത്തിനിടയാക്കിയത് മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത്. എറിയാട് പഞ്ചായത്തിലെ മുനയ്ക്കൽ മുസിരിസ് ബീച്ചിലും വിവിധ വാർഡുകളിലും തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്നു. നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ തെരുവ് നായകൾ ഭീതി പരത്തുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിനു പരിക്കേറ്റു. കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് സംഭവം. മന്ത്രിയുടെ കഴുത്തിനും കയ്യിലും പരിക്കേറ്റിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് സംഭവം. മന്ത്രിയുടെ കഴുത്തിനും കയ്യിലും പരിക്കേറ്റിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുകയാണ്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തു വച്ചാണ് പ്രതിഷേധമുണ്ടായത്. യാത്ര റദ്ദാക്കി. കണ്ണൂരിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു. വീണ ജോർജിനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ആരോഗ്യമന്ത്രിയെ കാണാനെത്തിയത്. വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കുറുമാലിക്കാവ് കുംഭഭരണിക്കിടെ പോലീസും പ്രദേശവാസികളും തമ്മിൽ സംഘർഷം. തുടർന്ന് ലാത്തിവീശി പോലീസ്. കഴിഞ്ഞ ദിവസം കൂട്ടിയെഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം. മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. കുറുമാലിക്കാവ് കുംഭഭരണിക്കിടെ പോലീസും ദേശക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് ലാത്തിവീശി. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ രാപ്പാൾ പള്ളം ദേശത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. പുതുക്കാട് പോലീസ് ബലമായി ചെണ്ടക്കോൽ പിടിച്ചുവാങ്ങിക്കുകയും നാട്ടുകാരെ ലാത്തി കൊണ്ട് അടിക്കുകയുമായിരുന്നുവെന്ന് ദേശക്കാർ പറയുന്നു. 5 തവണ പോലീസ് ലാത്തിവീശി. ഇതിൽ വയോധികയ്ക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട്. എന്നാൽ ക്ഷേത്രം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മേളം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെ മദ്യപിച്ചെത്തിയ സംഘം പോലീസിന് നേരെ തിരിയുകയായിരുന്നുവെന്നും SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. മീഡിയ ടൈം, പുതുക്കാട്. മാള പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ വൈകൽ ആരോപിച്ച് പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളായ 2 പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. FIR രജിസ്റ്റർ ചെയ്തിട്ട് 1 മാസം പിന്നിട്ടിട്ടും അറസ്റ്റ് നടക്കാത്തതിനെതിരെ കുട്ടികളുടെ രക്ഷിതാക്കൾ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2024 നടന്നതായി പറയുന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുട്ടികളുടെ ബന്ധുവിനെതിരെയാണ് പോക്സോ ചുമത്തിയിരിക്കുന്നത്. മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മെഡിക്കൽ പരിശോധനയും മജിസ്ട്രേറ്റിന് മുന്നിലെ 164 CRPC മൊഴിയും പോലീസ് പൂർത്തിയാക്കിയതായി അറിയുന്നു. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് 1 മാസം പിന്നിട്ടിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അന്വേഷണത്തിൽ അനാവശ്യമായ മെല്ലെപ്പോക്കാണെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പ്രകാരം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള അന്വേഷണം ഉറപ്പാക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കണമെന്നാണ് നിയമം വ്യക്തമാക്കുന്നത്. കൂടാതെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളിൽ തെളിവ് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആവശ്യമായ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കാം. പ്രതി മുൻകൂർ ജാമ്യം തേടാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന ആശങ്കയും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നു. അന്വേഷണത്തിൽ അനാസ്ഥയുണ്ടെന്നാരോപിച്ച് അവർ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള.
എറിയാട് പഞ്ചായത്തിലെ മുനക്കൽ മുസ്രിസ് ബീച്ചിലും വിവിധ വാർഡുകളിലും തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്നു. നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന അഴീക്കോട് മുനക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ചിൽ തെരുവ് നായകൾ ഭീതി പരത്തുന്നു. ബീച്ചിലെ നടപ്പാതകളിലും സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള കൂടാരങ്ങളിലുമെല്ലാം നായക്കൂട്ടങ്ങൾ അലഞ്ഞു നടക്കുകയാണ്. ബീച്ചിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ നായകൾ കൂട്ടമായി കിടക്കുകയാണ്. ഇവ പെട്ടെന്ന് കുരച്ചു ചാടുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സഞ്ചാരികൾ ഭയന്ന് ഓടിമാറുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. റോഡിലൂടെയും ഇടവഴികളിലൂടെയും പേടികൂടാതെ സഞ്ചരിക്കാനാകാത്ത നിലയാണ്. വിദ്യാർത്ഥികളെ സുരക്ഷിതരായി സ്കൂളിലെത്തിക്കാനും തിരിച്ചുകൊണ്ടുവരാനും രക്ഷിതാക്കൾ വടിയും മറ്റുമായി കൂട്ടുപോകണം. അടുത്ത ദിവസങ്ങളിൽ പുത്തൻപള്ളി പരിസരത്ത് കൊച്ചുകുഞ്ഞിനെ തെരുവുനായകൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അഴീക്കോടും പരിസരത്തുമായി തെരുവുനായയുടെ കടിയേറ്റത് നിരവധി പേർക്കാണ്. നായകളെ പേടിച്ച് പലരും പ്രഭാത സവാരി നിർത്തി. ബീച്ചിലെ മിയാവാക്കി വനത്തിന് സമീപവും സ്റ്റേജിലും ചൂളമര കാടുകൾക്കിടയിലും നായക്കൂട്ടം ഭീതി പരത്തുകയാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണാനും എറിയാട് പഞ്ചായത്ത് തെരുവുനായ മുക്തമാക്കാനും നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് പരാതി നൽകും. പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും സമാഹരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച പാടശേഖരം അധികൃതർ സന്ദർശിച്ചു. കാരക്കുളത്തുനാട് പാടശേഖരത്തിലാണ് മുനിസിപ്പൽ കൃഷി വകുപ്പ് അധികൃതർ സന്ദർശനം നടത്തിയത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അവർ അറിയിച്ചു. പതിറ്റാണ്ടുകൾ തരിശായി കിടന്ന കാരക്കുളത്തുനാട് പാടശേഖരത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായി കുറച്ചു വർഷങ്ങളായി കൃഷി ഇറക്കുന്ന കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വിളഞ്ഞ നെല്ല് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വെള്ളത്തിലായി. 60 ഏക്കറോളം വിളഞ്ഞ നെല്ല് ആധുനിക മെഷീൻ ഉപയോഗിച്ച് കൊയ്തു തുടങ്ങിയ അവസരത്തിലാണ് മഴ ചതിച്ചത്. 20 ഏക്കറോളം കൊയ്തു നെല്ല് മുഴുവൻ പാടശേഖരത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. അടുത്ത ദിവസം ചാക്കുകളിൽ നിറച്ച് ഏജൻസികൾക്ക് കൈമാറാനിരിക്കെയാണ് കനത്ത മഴയിൽ വെള്ളം കയറി ഭൂരിഭാഗം നെല്ലും നനഞ്ഞുപോയത്. നനയാത്ത നെല്ല് പണിക്കാരെ ഉപയോഗിച്ച് പരമാവധി ഉണക്കി ചാക്കിലാക്കുകയാണ് കർഷകർ. ഇനിയും കൊയ്യാൻ ബാക്കിയുള്ള 40 ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ മുഴുവൻ നെല്ലും വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. ഇത് കൊയ്തെടുക്കാനും കഴിയാത്ത സ്ഥിതിയിലാണിപ്പോൾ. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും മൂലം നഷ്ടത്തിലാകുന്ന കൃഷി ഇനിയും തുടരണോ എന്ന ചിന്തയിലാണ് കർഷകർ. ഒരു കൊല്ലം രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഈ കൊല്ലത്തിൽ തമ്മിപ്പോൾ ഏതായിരുന്നല്ലേ. അപ്പോൾ ഈ കൊല്ലം വന്നപ്പോൾ വെള്ളം മുങ്ങി ഇപ്പോൾ ഇതാകും നെല്ലൊന്നും എടുക്കില്ല. ഒരു 10-15 ചാക്ക് നെല്ല് പോവില്ല. പിന്നെ 6% പറഞ്ഞേക്കുന്നത്. അപ്പോൾ അധികം വെള്ളം മുങ്ങി കാരണം അതിലും കൂടും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിൽ നിന്ന് കാശ് പോകുള്ളൂ. ഇതവണ വക്കുവാലാണെങ്കിൽ ഒട്ടുമില്ല. പല പോയി അവിടെ ഇങ്ങനെ മൃഗം എടുക്കുന്നുണ്ട്. അത് വെള്ളം പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്. അതിനൊന്നും വേറെ വലിയ വിഷയം വന്നിട്ടില്ല. വണ്ടിയെ ഞാൻ ഭാഗത്ത് വണ്ടി ഇറങ്ങണമെങ്കിൽ ഒരാഴ്ച കൂടി കഴിയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇനി പിന്നെ വേറെ നോക്കണ്ട. പാടശേഖരം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. പാടശേഖരത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിന് കൊയ്ത്തുതറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും കർഷകർക്ക് ഉറപ്പ് നൽകി. വളരെ നഷ്ടമാണ് ഈ പെട്ടെന്നുണ്ടായ ഈ മഴയിൽ ഇവർക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ പാടത്ത് കൃഷിയെ സ്നേഹിക്കുന്ന പാടശേഖര സമിതിയാണ്. ഇവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്താണ് ഇവർ ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ADA ജലിറ്റ മാം, പിന്നെ AFO തോമസ് സാറ്, വാർഡ് കൗൺസിലർ, ഇവിടെ കർഷക സമിതിയുടെ ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനി ഈ കൃഷിയെ സ്നേഹിക്കാനും ഈ കൃഷി ഇവിടെ തുടർന്നു കൊണ്ടുപോകാനും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നഗരസഭയും കൃഷി വകുപ്പും ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിയുടെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വിള ഇൻഷുറൻസിൻ്റെ ഘടകമാണ്. ഇവരുടെ മറ്റു ഉൽപ്പാദന ബോണസ് ഇവരെങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതിൻ്റെ ഒരു കൂടിയാലോചനയ്ക്കും കാണുന്നതിനും വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരിനി നിരാശരാകരുത്. ഇവർക്ക് ഇനി വീണ്ടും കൃഷിയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ചെയർപേഴ്സൺ ആലിസ് ഷിബു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജലീറ്റ എൽസ ജേക്കബ്, വാർഡ് കൗൺസിലർ ഷിബു വാലപ്പൻ, കൃഷി ഫീൽഡ് ഓഫീസർ KP തോമസ്, കൃഷി അസിസ്റ്റന്റ് PK ജിഷ എന്നിവരാണ് കൃഷിസ്ഥലം സന്ദർശിച്ചത്. പാടശേഖര സമിതി പ്രസിഡന്റ് അശോകൻ മഠത്തിപ്പറമ്പിൽ, കർഷക പ്രതിനിധികളായ ധർമ്മജൻ പാറേമൻ, സജീവൻ മഠത്തിപ്പറമ്പിൽ, കാർത്തികേയൻ മഠത്തിപ്പറമ്പിൽ, ഷൈല ധർമ്മൻ, ബൈജു മഠത്തിപ്പറമ്പിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ആളൂർ പോലീസ് പിടികൂടി. ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന 43 വയസ്സുള്ള രതീഷിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാനാട്ടുകുന്ന് എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് രതീഷിനെ കഴിഞ്ഞ ദിവസം മാനാട്ടുകുന്ന് കാഴ്ചപ്പള്ളിക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നും ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള മെഡ്സ് കോളേജിലെ 2 ദിവസത്തെ കലാമേള രുദ്ര 2026 സിനിമാ താരം രാജീവ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പോൾ മുണ്ടാടൻ, പ്രൊഫസർ അംബികാദേവിയമ്മ, ഫോൺസി ഫ്രാൻസിസ്, ഡോക്ടർ എ സുരേന്ദ്രൻ, ഷിൻസി PG എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വാശിയേറിയ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും സർഗവേലി ജില്ലാ കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ ജില്ലയിലെ ജീവനക്കാർ അണിയിച്ചൊരുക്കിയ കേരളം തുടരും കലാജാഥയ്ക്ക് എടവിലങ്ങ് ചന്തയിൽ സ്വീകരണം നൽകി. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരന്റെ നേതൃത്വത്തിൽ കലാജാഥ അംഗങ്ങളെ സ്വീകരിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു, സർഗവേലി ജില്ലാ കായിക സമിതി കൺവീനർ P സുനീഷ്, C ആനന്ദ്, സുമേഷ് AS, PA മുഹമ്മദ് റാഫി, ഷീജ MJ, KR ഷാബിമോൻ, പ്രശോഭ് KP തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി സബ് RTOയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകർക്ക് ഏകദിന പഠന ക്ലാസ് നടത്തി. ചാലക്കുടി ഗസ്റ്റ് ഹൗസിൽ നടത്തിയ പഠന ക്ലാസ് ജോയിന്റ് RTO രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആദർശ് കുമാർ G നായർ മുഖ്യപ്രഭാഷണം നടത്തി. റോഡ് മാർക്കിങ്ങുകളെക്കുറിച്ച്, സിഗ്നലുകളെക്കുറിച്ചും നിഖിൽ അശോകൻ എന്നിവരും ക്ലാസ് എടുത്തു. ദീപക് സേവ്യർ, അനൂപ് ജോസ്, സേവ്യർ G രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി വഴിയമ്പലം യൂത്ത് വിംഗ് ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിനെ നറുക്കെടുപ്പ് നടത്തി. വഴിയമ്പലം കപ്പേള പരിസരത്ത് നടത്തിയ നറുക്കെടുപ്പ് കൊടകര സെന്റ് ജോസഫ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമാന ഉദ്ഘാടനം ചെയ്തു. സംഘം ജനറൽ കൺവീനർ അനിമേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ KK സുരേഷ്, ബിജി ഡേവിസ്, പ്രസിഡന്റ് ജോയ്സ് തെക്കുന്തല എന്നിവർ പ്രസംഗിച്ചു. ആകെ 20 സമ്മാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബ് ആളൂർ SNVUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം വിഷൻ ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ നിർവഹിച്ചു. യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കിരിയത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ EK മാധവൻ, ജില്ലാ കോർഡിനേറ്റർ ജെയിൻ ചിറ്റിലപ്പള്ളി, റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, PTA പ്രസിഡന്റ് PS ദിലീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കാടുകുറ്റി, കൊരട്ടി, മേലൂർ പഞ്ചായത്തുകൾക്കായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ അധ്യക്ഷനായി. MB ശ്രേയസ് ക്ലാസ് നയിച്ചു. വ്യവസായ വികസന ഓഫീസർ PK പ്രിയ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC മനോജ്, ലീല സുബ്രഹ്മണ്യൻ, പോളി പുളിക്കൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണം പൂർത്തീകരിക്കാതെ കെട്ടിടോദ്ഘാടനം നടത്തിയത് വിവാദമാകുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചത്. 50 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിലെ ഒരു മുറിയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ വാതിലടക്കമുള്ളവ സ്ഥാപിക്കേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ ഭൂരിഭാഗം സ്ഥലത്തും അടിത്തറയുടെ പ്രവൃത്തികൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പൻകുഴിയിലുള്ള മൃഗാശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടറെ നിയമിച്ച് മൃഗസംരക്ഷണ വകുപ്പ് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ VM ഹാരിസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മൃഗചികിത്സയ്ക്കായി ധാരാളം കർഷകർ ആശ്രയിക്കുന്ന മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചായ്പൻകുഴി ആശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നിയമനം നടത്തിയിരിക്കുന്നത്. അന്തിക്കാട് SNBP സർക്കിളിൽ നിന്നും അലന്റീന ജേക്കബ് ബുധനാഴ്ച ചാർജെടുക്കുമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസിനെ DMO അറിയിച്ചു. തിങ്കളാഴ്ച കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ മുൻപിൽ നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. അതിനുശേഷമാണ് നിയമന ഉത്തരവ് ഇറങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSCU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റി.
കുറുമാലിക്കാവ് കുംഭഭരണിക്കിടെ പോലീസും പ്രദേശവാസികളും തമ്മിൽ സംഘർഷം. ലാത്തിവീശി പോലീസ് സംഘർഷത്തിനിടയാക്കിയത് മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത്. എറിയാട് പഞ്ചായത്തിലെ മുനയ്ക്കൽ മുസിരിസ് ബീച്ചിലും വിവിധ വാർഡുകളിലും തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്നു. നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ തെരുവ് നായകൾ ഭീതി പരത്തുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.